പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് റോഡുകൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയത് ബംഗളൂരുവിലെ കെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായ ഇത്തരം റോഡുകൾ നിർമ്മിക്കാനുള്ള താൽപര്യം സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ 3 വർഷത്തോളമായി മറുപടി ലഭിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഗുണനിലവാരമുള്ള റോഡുകൾ നിർമ്മിക്കുന്ന ടെക്നോളജി 10 വർഷം മുമ്പാണ് ബാംഗ്ലൂരിലെ കെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് കണ്ടെത്തിയത്. ഇതിനുള്ള പാറ്റന്റും ഇവരുടെ പേരിലാണ്. പ്ലാസ്റ്റിക് മാലിന്യം മൂലമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് പുറമെ ഇത്തരം റോഡുകൾ സാമ്പത്തികമായി ലാഭകരവും ഏറെക്കാലം കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്നതുമാണെന്ന് കെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് വൈസ് പ്രസിഡന്റ് ഫരീദ് സർദാർ ഖാൻ പറഞ്ഞു. ഏതു കനത്ത മഴയിലും കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുന്ന ഈ റോഡുകൾ കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളവുമായി ബന്ധപ്പെട്ടെങ്കിലും കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് ഫരീദ് പറഞ്ഞു. Kerala has lot of rain, and no matter how well the job is done, depending on how good the contractor is, there are potholes, and after few rains the road completely erodes off. So for that, using plastic roads, plastic is very less reactant to water, oil, heat, snow. So using this technology, which is very easy to apply, beneficial. The government has to spend one time and relax for so many years to come. We were contacted by the Kerala State Pollution Control Board. We have the correspondence with us, and as of now we are still waiting for the follow-up. മിഡിൽ ഈസ്റ്റിൽ ഈ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജിദ്ദയിലെത്തിയതാണ് ഫരീദ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലായി 1600 കിലോമീറ്ററോളം റോഡുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ച് ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു. ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ. ജിദ്ദയിലെ ബാബ് മക്ക മൻസൂർ സ്ട്രീറ്റിൽ പുതുതായി ആരംഭിച്ച ഹിബ ആസിയ പോളിക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഗ്രൂപ്പ് ജനറൽ മാനേജർ സമീർ ഹനാവി നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള മുഹമ്മദ് വെള്ളേങ്ങര, ഡയറക്ടർമാരായ മുഹമ്മദ് കുഞ്ഞി, മജീദ് കണ്ണിയൻ, ജോബി ജോസഫ്, മുസ്തഫ തൊള്ളൂർ തുടങ്ങിയവർ പങ്കെടുത്തു.